ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യകാര്യം കാണാത്ത മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയൊരു പ്ലേസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ശാന്തി തീരം പുഴയോരം പാർക്കിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ഒരു പാർക്ക് സിവിൽ സ്റ്റേഷൻ്റെ കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ടിക്കറ്റിന് വരുന്നത് 20 രൂപയാണ്. പിന്നെ ബൈക്കാണെന്നുണ്ടെങ്കിൽ കാറാണെന്നുണ്ടെങ്കിൽ ഒക്കെ പാർക്കിങ്ങിന് ഓരോ പ്രൈസ് അവർ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളതിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇരിക്കാനുള്ള 2 സൈഡായിട്ട് ഇരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി പോയാൽ അടിപൊളി വ്യൂ ആണ്. ഒരാളിവിടെ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹട്ടും ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. അവിടെ ഈ വെള്ളം, പിന്നെ ചെറിയ ചെറിയ മിഠായി, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിട്ടോ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് ഇത്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഏകദേശം എല്ലാ ഏരിയയും ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി കേട്ടോ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ പറയാനുള്ളത്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കല്ല കേട്ടോ ഇത്. കാരണം ഇവിടെ പാർക്കാണെന്നുണ്ടെങ്കിലും റൈഡ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കപ്പിൾസാണ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കാറുള്ളത്. കാരണം ഒരു നല്ല സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇവിടെ വന്നിട്ട് പുഴയിലേക്ക് കാലെടുക്കാനാണ്, കൈ കഴുകാനാണെന്നൊന്നും പറഞ്ഞ് ആരും ഇറങ്ങാൻ നിൽക്കണ്ട. കാരണം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പുഴയിലേക്ക് ഇറങ്ങരുത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത് അത്യാവശ്യം ആഴമുള്ളൊരു ഏരിയ എന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് കേട്ടോ, ഒന്നും പറയാനില്ല. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുഴയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലുള്ള ഇരിക്കാനുള്ളൊരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയിട്ടുണ്ട് വെച്ചാൽ ഈ നടക്കുന്നതിൻ്റെ കുറത്തൊട്ട് മുകളിലായിട്ട് കുറച്ച് വലിയൊരു ഹട്ട് തന്നെയാണ് കേട്ടോ. അവിടെ ഇരുന്നാലും തന്നെ നേരെ പുഴയിലേക്കാണ് കാണുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ അത്. ടോയ്ലറ്റിൻ്റെ ഏരിയ ഒക്കെ വരുന്നത് താഴെയാണ് കേട്ടോ. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള വഴി. അപ്പോൾ അതിന് തൊട്ട് ചാരിയുള്ള മേലേക്കൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. അത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ, അതായത് വേറെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സർപ്രൈസൊക്കെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ ഗെറ്റ് ടുഗദർ ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് ചെയ്യാം. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ പാറേൻ്റെ മേലെ കൂടെ ഇങ്ങനെ നിന്ന്, ഇത് മഴ പെയ്തിട്ട് അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ വരികയാണ്, അല്ലാതെ സെറ്റ് ചെയ്ത് വെച്ചതൊന്നുമല്ല. കണ്ടില്ലേ, കുറേ കപ്പിൾസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ 2 കപ്പിൾസ് ഞങ്ങളുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു, കയറാൻ അത്ര സുഖമൊന്നുമില്ല കേട്ടോ. പിന്നെ പകുതി എത്തിയപ്പോഴേക്കും മഴ ചാറി തുടങ്ങി. എന്ന് വന്നാലും ഞങ്ങൾക്ക് ഇതന്നെ അവസ്ഥ. കാരണം ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിവിടെ വരുന്നത്. അന്നും ഇതേപോലെ തന്നെ ആയിരുന്നു, ഫുൾ മഴയാണെങ്കിലും ആ ഹട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് കുറേ സംസാരിക്കാനൊക്കെ നല്ലൊരു ഏരിയ തന്നെയാണ് ഇട്ടത്. കപ്പിൾസായിട്ട് മാത്രമല്ല, ഒറ്റയ്ക്കിരിക്കാനും നല്ലൊരു സ്ഥലമാണ്. മഴ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മലപ്പുറത്ത് വരുമ്പോൾ ശാന്തി തീരം മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.